ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോണ്ട ഡിയോ HT മോഡൽ വണ്ടി നമുക്ക് സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. രാവിലെ മാത്രമാണ് പറഞ്ഞത് മെയിനായിട്ട്. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്. ഇത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞതാണ് വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്നാമത് ബ്രേക്ക് സ്വിച്ച് ചെറിയൊരു ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട്. സെൽഫ് സ്വിച്ച് ശരിക്കും അതിൻ്റെ അല്ല, വേറെ ഹോണിൻ്റെ സ്വിച്ചാണ് സെൽഫായിട്ട് വെച്ചാണ്. അപ്പോൾ നമുക്ക് ആ സ്വിച്ചുകളൊന്ന് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്കെ ആയിക്കോളും. പിന്നെ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നടത്തി വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. എന്തായാലും ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നിലവിൽ ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റേണ്ടി വന്ന സമയത്ത് മാറ്റിയിടുമ്പോൾ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് കൂടുതലായിട്ട് നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ്സ് വരുത്താനായിട്ട് ഇതൊരു കാരണമാകും കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഇപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ നമ്മൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാം ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് എയർ അടിച്ചിടാം. തീരെ മോശമായിട്ടില്ല. അടുത്ത പ്രാവശ്യം മാറ്റുന്ന സമയത്ത് ഒറിജിനൽ ഇട്ടാൽ മതി. പിന്നെ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ അഴിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തൊരു പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗമായാലും വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്യണം. ഇവിടെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. കമ്പനി ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കമ്പനി ആയിട്ട് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഡാമേജിലേക്ക് വരില്ല. നമുക്ക് അടുത്ത സർവീസിലും നമുക്ക് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യണം. ജനറൽ സർവീസായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. കൂടുതലായിട്ട് പൊട്ടലൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം. ജനറൽ സർവീസ് വരുന്നത് ഓരോ 4 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ 4 മാസം എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല. കാരണം ഇപ്പോൾ കാർബറേറ്റർ അഴിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ഇല്ല. നമ്മൾ അഴിച്ച ചുരുങ്ങി നമുക്കൊരു 500-550 നമുക്ക് ചിലവ് തന്നെ കേസാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കി വിടാം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് ഫ്രണ്ട് ബുഷ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബുഷിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ലിങ്ക് ബുഷിന് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റിയിടാം. ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. ഈ ഷോക്ക് കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ട് കംപ്ലയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ഗട്ടറിലൊക്കെ ചാടുമ്പോൾ തെറിപ്പോടും. അപ്പോൾ നമുക്കത് മാറ്റി കളയേണ്ടതായിട്ട് വരും കേട്ടോ. ചെറിയ ലീക്കേജാണ് കാണിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ പോലെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. മാക്സിമം ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റിക്കളയാം. പിന്നെ ബാറ്ററി നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.65 വരെ വരുന്നുണ്ട് കേട്ടോ. 8.5 വോൾട്ടിൽ താഴേക്ക് വന്നാൽ കംപ്ലയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സെൽഫിൻ്റെ പ്രോബ്ലം ബാറ്ററിയുമായി ബന്ധപ്പെട്ടല്ല. പക്ഷേ നമ്മളിപ്പോൾ സ്വിച്ചിൻ്റെ ദിവസമൊക്കെ റെഡിയാക്കി ഇടാം. പക്ഷേ താമസിയാണ്ട് നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. നമുക്ക് ഏകദേശം 8.65 വരെയൊക്കെ വരുന്നുണ്ട്. 6.2 വരെ വന്നിട്ടുണ്ട്. 8.5 വോൾട്ടിൽ താഴെ 8.50 താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ആവും കേട്ടോ. ചിലത് കുറച്ചുകൂടി ഡീപ്പായിട്ട് വന്നാലേ വരുള്ളൂ. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക, അതിനുശേഷം കംപ്ലയിൻറ്റ് മാറ്റിയാൽ മതി. ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് ആ സെൽഫ് സ്വിച്ചും ബ്രേക്ക് സ്വിച്ചും മാറ്റിയിട്ടാൽ റെഡി ആയിക്കോളും. പിന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. അത് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. പ്ലഗ് കിടക്കുന്നത് പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. കമ്പനി ആയിട്ടൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും പുതിയ പ്ലഗ് കിടക്കണം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് കൂടുതൽ നടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.